നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. മലങ്കര മാർത്തോമ സുറിയാനി സഭയിലെ പ്രവാസി സമൂഹത്തിന്റെ സ്വപ്ന സാഫല്യമായി പുതിയ ഭദ്രാസനം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവകരുണയുടെ അനുഗ്രഹീത നിമിഷങ്ങളാണ് യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും മലങ്കര മാർത്തോമ സുറിയാനി സഭ വിശ്വാസികൾ സാക്ഷ്യം വഹിക്കുവാൻ പോകുന്നത്. ക്രിസ്താബ്ദം 2024 സെപ്റ്റംബർ മാസം 29-ാം തീയതി ബർമിംഗ്ഹാമിൽ കൂടുന്ന ആരാധന കൂട്ടായ്മയിൽ വെച്ച് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ഏറ്റവും പുതിയ ഭദ്രാസനമായ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം അഭിവന്യ മലങ്കര മെത്രാപ്പോലിത്ത തിരുമേനി ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയാൽ നിർവഹിക്കപ്പെടുകയാണ്. നമ്മുടെ സഭയുടെ അഭിവന്യ സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമേനിമാരും മറ്റ് തിരുമേനിമാരും ആദരണീയരായ വ്യക്തിത്വങ്ങളും സംബന്ധിക്കുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ നിങ്ങളെ എല്ലാവരെയും വളരെ സവിനയം സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിനു വേണ്ടി വഴിയൊരുക്കുക എന്നുള്ള വലിയ ദൗത്യമാകുന്നുവല്ലോ സഭയെ കർത്താവ് പരമേൽപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ കർത്താവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരും കർത്താവിനാൽ ഒരുക്കപ്പെടുന്നവനും കർത്താവ് ജീവിത നിയന്ത്രണം നിർവഹിക്കുന്നവരുമായി കർത്താവിനോടുകൂടെ ചേർന്ന് യാത്ര ചെയ്യുന്നതിന് ഈ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനം കൂടുതൽ സഹായകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സെപ്റ്റംബർ മാസം 29-ാം തീയതി നടക്കുന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലൂടെ സഭ കൂടുതൽ സ്ഫുടം ചെയ്യപ്പെടുന്നതിനും ദൈവസ്നേഹത്തിൻ്റെ വറ്റാത്ത നീർച്ചാലുകളായി സഭയുടെ ശുശ്രൂഷ തുടരുന്നതിനും ദൈവം തമ്പുരാൻ കൃപ നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭാമക്കളും പ്രാർത്ഥനാപൂർവം ഒരുക്കത്തോടെ ഈ ആരാധന ശുശ്രൂഷയിലേക്കും ഭദ്രാസനത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ശുശ്രൂഷയിലേക്കും ഒരുങ്ങി വന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്ന് വിനയപൂർവ്വം ഭദ്രാസന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സഭയുടെ 14-ാമത് ഭദ്രാസനമായ UK, യൂറോപ്പ്, ആഫ്രിക്ക ഭദ്രാസനം 29-ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ യുവാക്കിം മാർ കൂർലോ സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ, ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ തുടങ്ങിയവർ ആഹ്ലാദ നിമിഷങ്ങളിൽ പങ്കുചേരും. വളർന്നുവരുന്ന പ്രവാസി സമൂഹത്തിന്റെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എപ്പിസ്കോപ്പൽ സിനഡിന്റെ തീരുമാനപ്രകാരം UK, യൂറോപ്പ്, ആഫ്രിക്ക മേഖലകളിലുള്ള മാർത്തോമ ഇടവകകളെ ഉൾപ്പെടുത്തി കഴിഞ്ഞ ജനുവരി 1-നാണ് പുതിയ ഭദ്രാസനം നിലവിൽ വന്നത്. 29-ന് രാവിലെ 10 മണിക്ക് ബർമിംഗ്ഹാം ബത്തേൽ കൺവെൻഷൻ സെന്ററിൽ ഒരുക്കുന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് മാർത്തോമ മെത്രാപ്പോലിത്ത മുഖ്യ കാർമ്മികനായിരിക്കും. ഡോക്ടർ യുവാക്കിം മാർ കൂർലോ സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ ഐസക് മാർ ഫിലിക്സ്നോസ് എപ്പിസ്കോപ്പ, ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ എന്നിവർ സഹകാർമ്മികരായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന പൊതുസമ്മേളനത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എബ്രഹാം മാർ സ്തേഫാനോസ് മെത്രാപ്പോലിത്ത, മലങ്കര സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ ഐസക് മാർ ഒസ്താത്തിയോസ് മെത്രാപ്പോലിത്ത, സീറോ മലബാർ കാത്തോലിക്ക സഭയിലെ മാർ ജോസഫ് സ്രാമ്പിക്കൽ, ഓക്സ്ഫോർഡ് സർവകലാശാല വൈസ് പ്രിൻസിപ്പൽ റവറൻ കാനൻ പ്രൊഫസർ ഡോക്ടർ മാർക്ക് ചാപ്മാൻ, UK ആദ്യ മലയാളി MP സോജൻ ജോസഫ് എന്നിവർ പ്രസംഗിക്കും. ഭദ്രാസനാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ വൈദികർ ഉൾപ്പെടെ 150-ലധികം ആളുകൾ ഉൾപ്പെടുന്ന വിവിധ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. UK, യൂറോപ്പ്, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നായി 1600-ലധികം വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് ഭദ്രാസന സെക്രട്ടറി റവറൻ C. ജോൺ മാത്യു, ജനറൽ കൺവീനർ റവറൻ സോജു M. തോമസ്, കൺവീനർ PM മാത്യു, ട്രഷറർ തോമസ് എബ്രഹാം എന്നിവർ അറിയിച്ചു. മലങ്കര മാർത്തോമ സുറിയാനി സഭ പ്രതിനിധി മണ്ഡലത്തിലെ സ്ത്രീ പ്രാതിനിധ്യം 33% ഉയരും. നേരത്തെ 25% സ്ത്രീ പ്രാതിനിധ്യം. സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രൂപീകൃതമായ ഇടവകകളിൽ നിന്ന് സഭാ കൗൺസിലിലേക്കുള്ള പ്രതിനിധികളുടെ എണ്ണം 2-ൽ നിന്ന് 5-ആയി ഉയർത്താനും സഭാ പ്രതിനിധി മണ്ഡല യോഗം തീരുമാനിച്ചു. സഭയുടെ ഭരണഘടനാ പരിഷ്കരണത്തിനായി ചേർന്ന സ്പെഷ്യൽ മണ്ഡല യോഗത്തിലാണ് ഈ സുപ്രധാന തീരുമാനങ്ങൾ സ്വീകരിച്ചത്.
ഇതുൾപ്പെടെ 112 ഭരണഘടനാ ഭേദഗതികളും അനുബന്ധ വിഷയങ്ങളും 2 ദിവസങ്ങളിലായി നടന്ന സ്പെഷ്യൽ മണ്ഡല യോഗം ചർച്ച ചെയ്ത് പാസാക്കി. ഇടവക ഭാരവാഹികളുടെ ചുമതല കൈമാറ്റം സുഗമമാക്കുന്നതിനുള്ള നിയമനിർമ്മാണവും ശ്രദ്ധേയമായി. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ ചെയർമാനും റവറന്റ് PJ വർഗീസ് കൺവീനറുമായി രൂപീകരിച്ച 18-അംഗ സമിതിയാണ് ഭരണഘടനയുടെ പൊതുസ്വഭാവത്തിൽ മാറ്റം വരാതെയുള്ള ഭേദഗതികൾ നിർദ്ദേശിച്ചത്. സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത സ്പെഷ്യൽ മണ്ഡല യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ 2024 വാർഷിക പ്രതിനിധി മണ്ഡല യോഗവും വിശേഷാൽ മണ്ഡല യോഗവും ഏറ്റവും അനുഗ്രഹപ്രദമായി നടത്തുവാൻ സാധിച്ചു എന്നതിൽ സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ദൈവത്തിന് അതിനായിട്ട് സ്തോത്രം അർപ്പിക്കുകയും ഇതിലേക്ക് സഹകരിച്ച എല്ലാ ബഹുമാനപ്പെട്ട മണ്ഡലാംഗങ്ങളോടും പ്രത്യേകിച്ച് മുമ്പിലും പിമ്പിലും നിന്ന് പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ ദൈവനാമത്തിൽ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് വളരെ ശ്രദ്ധേയമായിട്ടുള്ള പല കാര്യങ്ങളും ഈ മണ്ഡലയോഗങ്ങളിൽ നടന്നു എന്നത് പ്രത്യേകം പ്രസ്താവ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് 18, 19 തീയതികളിൽ നടന്നതായിട്ടുള്ള സ്പെഷ്യൽ മണ്ഡല യോഗം ഈ പ്രാവശ്യത്തെ ഒരു വിശേഷത ആയിരുന്നു. ഏകദേശം 100-ലധികം ഭേദഗതികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുവാനായിട്ട് ഈ മണ്ഡലത്തിന് സാധിച്ചു. പ്രത്യേകിച്ച് ആ യോഗങ്ങളിലൊക്കെ മണ്ഡലാംഗങ്ങളുടെ ആ ഒരു സഹകരണം ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ആയിരുന്നു. രാത്രി 12:30 വരെ നിശ്ചയദാർഢ്യത്തോടും സമർപ്പണത്തോടും കൂടെ ഈ മീറ്റിംഗൊക്കെ ക്രമീകരിക്കുവാനായിട്ട് അഭിയന്ത്യ മാർത്തോമ മെത്രാപ്പോലിത്ത കാണിച്ചതായിട്ടുള്ള ആ ഒരു നിശ്ചയദാർഢ്യവും ആ ഒരു സഹിഷ്ണുതയുമൊക്കെ പ്രത്യേകിച്ച് പ്രസ്താവ്യം ആണ്. 17-ാം തീയതി മെത്രാപ്പോലിത്ത തിരുമേനിയുടെ അധ്യക്ഷതയിൽ ചേർന്നതായിട്ടുള്ള യോഗം, ആ യോഗത്തിൽ അഭിവന്ദ്യ സറാഫീൻ തിരുമേനി ധ്യാനപ്രസംഗം നടത്തി. 1485 അംഗങ്ങളുള്ളതായ പ്രതിനിധി മണ്ഡലത്തിൽ 80% അംഗങ്ങൾ പങ്കെടുത്തു എന്ന് പറയുന്നതും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ആണ്. പല സവിശേഷമായിട്ടുള്ള തീരുമാനങ്ങൾ ഉടലെടുത്തു. പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ പ്രാതിനിധ്യം 25 എന്നുള്ളതിൽ നിന്ന് 33% ഉയർത്തി. അതുപോലെ സുവിശേഷ വേലയുടെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട ഇടവകങ്ങളിൽ നിന്നുള്ളതായ അംഗങ്ങളുടെ പ്രാതിനിധ്യം 2-ൽ നിന്ന് 5 ഉയർത്തി. ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഈ ഒരു യോഗത്തിലെടുക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ സെപ്റ്റംബർ മാസം 17, 18, 19, 20 തീയതികളിൽ നടന്നതായിട്ടുള്ള മണ്ഡലത്തിൽ കൂടി വ്യാപരിച്ച എല്ലാ ദൈവിക കുറുവുകളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും സഭാ മക്കളോടും വിശിഷ്യ മണ്ഡല അംഗങ്ങളോടുള്ളതായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. 19-ാം തീയതി നമ്മുടെ തിരുവല്ല സെയിൻറ് തോമസ് മാർത്തോമ പള്ളിയിൽ വെച്ച് നടന്നതായിട്ടുള്ള വിശുദ്ധ കുർബാനയും അതിനോട് അനുബന്ധിച്ച് നടന്നതായിട്ടുള്ള അവാർഡ് ദാന ചടങ്ങും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. ഈ വർഷത്തെ മാനവസേവ അവാർഡിന് അർഹനായത് ബാംഗ്ലൂർ സെയിൻറ് സ്റ്റീഫൻസ് മാർത്തോമ ഇടവാംഗമായിട്ടുള്ള ശ്രീ അജിത് ഐസക് ആയിരുന്നു. മാർത്തോമ സഭ ആദ്യമായി ഏർപ്പെടുത്തിയതായിട്ടുള്ള സ്പോർട്സ് അവാർഡ് റായ്പൂർ ഇടവാംഗമായിട്ടുള്ള മിസ് റീബായിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് അനേക അവാർഡുകൾ നമ്മൾ നൽകി. ഈ കുർബാനയ്ക്ക് ശേഷം നടന്നതായിട്ടുള്ള സമ്മേളനത്തിൽ വെച്ചാണ് മാർത്തോമ സഭയുടെ സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ചതായിട്ടുള്ള വൈദികരെ നാം ആദരിക്കുകയും അവരോടുള്ള സഭയുടെ കടപ്പാട് അറിയിക്കുകയും ചെയ്തത്. കാലികവും സംഗതവുമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് സഭയെ മുമ്പോട്ട് നയിപ്പാൻ ദൈവം കൃപ ചൊരിയട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മണ്ഡല യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതായിട്ടുള്ള മെത്രാപ്പോലിത്ത തിരുമേനി, സഫ്രഗൻ മെത്രാപ്പോലിത്തമാരായ മറ്റ് തിരുമേനിമാർ എല്ലാവരോടുമുള്ളതായ നന്ദി അറിയിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ റിവിഷൻ കമ്മിറ്റി അംഗങ്ങൾ, അതിന് ചെയർമാനായിട്ട് പ്രവർത്തിച്ചതായിട്ടുള്ള അഭിയന്ത്യ തിമോത്തിയോസ് തിരുമേനി, ഇവരെല്ലാവരോടുമുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും എല്ലാം ദൈവനാമത്തിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമ്മളുടെ പിതാവായ മാർത്തോമ ശ്ലീഹായുടെ സ്നേഹസ്മരണ നിലനിർത്തുന്ന ഈ സംരംഭം നമുക്ക് ഇടയിലുള്ള സ്നേഹവും ഐക്യവും ശക്തിപ്പെടുത്തുന്ന ആയിട്ട് തീരണം. 2, ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നാം പോകുന്നത് ദൈവാശ്രയത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ചൈതന്യവത്തായിട്ട് തീരുന്ന ഒരു ചരിത്ര യാത്രയായിരിക്കണം. തികഞ്ഞ അച്ചടക്കവും ആത്മസംയമനവും പാലിക്കുന്നവയായിട്ട് തീരണം. 3,
വിശുദ്ധ തോമസ് ശ്ലീഹായുടെ വിശ്വാസ പൈതൃകം സിദ്ധിച്ചവരാണ് നാം എന്ന് അഭിമാനിക്കുമ്പോഴും മറ്റുള്ളവരോടുള്ള ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും തികഞ്ഞ ദൈവസ്പർശനം ദൈവസ്നേഹം മാത്രമേ പ്രകടമാക്കാനാവൂ. നിലയ്ക്കൽ ക്രൈസ്തവ ഐക്യത്തിൻ്റെ എന്ന പോലെ കേരളത്തിലെ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം നൽകുന്ന ശക്തമായിട്ടുള്ള കേന്ദ്രമായിട്ട് നിലയ്ക്കൽ ദേവാലയവും നിലയ്ക്കൽ പ്രസ്ഥാനവും നിലകൊള്ളണം. മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളത്തിലെ ഇതര മതസ്ഥരും നമ്മോടൊന്നിച്ച് സന്തോഷിക്കുന്ന വേദിയായിട്ട് ഇത് തീരണം. മതസൗഹാർദ്ദം നിലനിൽക്കുവാൻ ക്രൈസ്തവരുടെ പുണ്യഭൂമിയായ ഇവിടെ ഒരു ദേവാലയം സ്ഥാപിക്കുക എന്ന അഭ്യർത്ഥന 1976 1979 കേരള സർക്കാർ അംഗീകരിച്ചതാണ്. എന്നാലും സമുദായ സ്നേഹത്തിൻ്റെ കളങ്കം ചാർത്തി നിലയ്ക്കലിൽ ദേവാലയം നിർമ്മിക്കാനായില്ല എന്നതാണ് കേരളത്തിലെ ബിഷപ്പുമാരുടെ കൂട്ടായ്മ 1983 എടുത്ത തീരുമാനം തുടർന്ന് ശ്രദ്ധേയമായിട്ട് തീർന്നു. അതാണ് 4ാമത് നാം ഓർത്തിരിക്കേണ്ടത്. 5 കേരളത്തിലെ ഇതര മതവിഭാഗങ്ങൾ ഈ വിഷയത്തിൽ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നിന്ന് സർക്കാർ തീരുമാനങ്ങളും ഉത്തരവുകളും അനുസരിച്ച് കേരള ക്രൈസ്തവർ ഇന്നുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഈ 5 കാര്യങ്ങൾ ഇന്നും നമ്മെ സംബന്ധിച്ച് പ്രസക്തമാണ്. സങ്കീർണതകൾ നിറയുന്ന കാലത്ത് സഭകൾ ഒരുമിച്ചുള്ള ദൗത്യ നിർവഹണത്തിന് പ്രസക്തിയേറെയുണ്ടെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത. നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിന്റെ റൂബി ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവല്ല സെന്റ് ജോൺസ് കത്തീഡ്രലിൽ സംഘടിപ്പിച്ച വൈദിക സന്യസ്ത സംഗമത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പോലീത്ത. കാലം നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാനും സുവിശേഷ ദൗത്യ നിർവഹണം ഫലകരമായി നിർവഹിക്കുവാനും സഭകൾ തമ്മിലുള്ള ഐക്യം സഹായകമാകും. സഭകൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുമ്പോൾ തന്നെ ഇതര മതങ്ങളുമായുള്ള ബന്ധങ്ങളും സുദൃഢമാകണം. പൊതു ഇടങ്ങൾ കണ്ടെത്തി ജനങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ സഭൈക്യ പ്രസ്ഥാനത്തിലൂടെ കഴിയണമെന്നും മെത്രാപ്പോലീത്ത പറഞ്ഞു. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്യോസ് മെത്രാപ്പോലീത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപത നിയുക്ത മെത്രാപ്പോലിത്തൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് തറയിൽ മുഖ്യപ്രഭാഷണം നടത്തി. മാറുന്ന ലോകത്ത് ഒരുമയുടെ ശബ്ദമുയർത്തുവാനും പൊതുവിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുവാനും കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബിഷപ്പ് തോമസ് സാമുവൽ വേദപഠനത്തിന് നേതൃത്വം നൽകി. പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്, ജ്ഞാനായ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേറിയോസ് വലിയ മെത്രാപ്പോലീത്ത, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത, തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ, കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത, വെരി റവറൻ ഡോക്ടർ ഐസക് പറപ്പള്ളിൽ, വെരി റവറൻ ഡോക്ടർ ഗീവർഗീസ് കുറ്റിയിൽ, റവറൻ മദർ ഡോക്ടർ ആർദ്ര, പ്രോഗ്രാം കോർഡിനേറ്റർ റവറൻ കെ.ഇ. ഗീവർഗീസ്, ഫാദർ മാത്യു പുനക്കുളം, ട്രസ്റ്റ് ട്രഷറർ എബ്രഹാം ഇട്ടിച്ചെറിയ, സുരേഷ് കോശി തുടങ്ങിയവർ സംസാരിച്ചു. മാർത്തോമ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ 135ാം വാർഷിക സമ്മേളനം സമാപിച്ചു. സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് സംഗതമായ പ്രേഷിത ശുശ്രൂഷ നിർവഹിക്കാൻ കഴിയണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. മിഷണറി സമ്മേളനത്തിൽ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ വചന ശുശ്രൂഷ നിർവഹിച്ചു. സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി പ്രേഷിതർ തീരണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുവിശേഷകരുടെ മക്കളിൽ 10-12 ക്ലാസുകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡ് സമ്മാനിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മിഷൻ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമായി പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച റവറൻ ആർ സദാനന്ദത്തെ യോഗം അനുമോദിച്ചു. സജീവ സേവനത്തിൽ നിന്ന് വിരമിച്ച സുവിശേഷകർക്ക് യാത്രയയപ്പ് നൽകി. സംഘം ജനറൽ സെക്രട്ടറി റവറൻ എബി കെ ജോഷുവ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. വെരി റവറൻ ഡോക്ടർ സി കെ മാത്യു, വെരി റവറൻ ഡോക്ടർ ഈശോ മാത്യു, സഞ്ചാര സെക്രട്ടറി റവറൻ ജിജി വർഗീസ്, ലേഖക സെക്രട്ടറി പ്രൊഫസർ എബ്രഹാം പി മാത്യു, ട്രഷറർ ഡോക്ടർ എബി തോമസ് വാരിക്കാട്, ഇവാഞ്ചലിസ്റ്റ് ജോൺ വി ആർ കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. റവറൻ സുനിലെ ജോൺ, ഇവാഞ്ചലിസ്റ്റ് സക്രിയ കുര്യൻ എന്നിവർ ആരാധനയ്ക്ക് നേതൃത്വം നൽകി. സുബി പള്ളിക്കൽ, ഇടിക്കുള വർഗീസ്, പി അച്ചൻകുഞ്ഞ്, റവറൻ സുനിൽ ജോയ്, MC ജോർജ് കുട്ടി, സാം ചെമ്പകത്തിൽ, JI സെൽവരാജ്, റവറൻ ബിജു സാം എന്നിവർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാർത്തോമ യുവജന സഖ്യം വാർഷിക പ്രതിനിധി സംഘ യോഗം അടൂർ മാർത്തോമ യൂത്ത് സെന്ററിൽ നടന്നു. സഖ്യം പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത അധ്യക്ഷത വഹിച്ചു.
യുവാക്കൾ ക്രിസ്തു സ്നേഹം മറ്റുള്ളവർക്ക് പകരുന്നവരാകണമെന്ന് സഫ്രഗൻ മെത്രാപ്പൊലീത്ത ഉദ്ബോധിപ്പിച്ചു. യുവജന സഖ്യം മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി റവറൻ സുനിൽ മാത്യു ധ്യാന പ്രസംഗം നടത്തി. യുവജന സഖ്യത്തിന്റെ പഠന പുസ്തകം മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ എക്യുമെനിക്കൽ ബന്ധങ്ങൾ നൂറ്റാണ്ടുകളിലൂടെ എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്തു. ദുബായ് മാർത്തോമാ യുവജന സഖ്യം ഏർപ്പെടുത്തിയ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ചികിത്സാ സഹായത്തിനായി 10 ലക്ഷം രൂപയുടെ എൻഡോമെന്റ് യുവജന സഖ്യത്തിന് കൈമാറി. 2023-24 വാർഷിക റിപ്പോർട്ട്, വരവ് ചിലവ് കണക്ക്, 2024-25 ബജറ്റ് എന്നിവയും പാസാക്കി. സഖ്യം ജനറൽ സെക്രട്ടറി റവറൻ ബിനോയ് ഡാനിയൽ, വൈസ് പ്രസിഡന്റ് റവറൻ ഡോക്ടർ എബ്രഹാം സി പുളിന്തിട്ട, ട്രഷറർ CA ലിബിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു. തുരുത്തിക്കര ഇമ്മാനുവൽ മാർത്തോമാ യുവജന സഖ്യം കേന്ദ്ര തലത്തിൽ ഏറ്റവും മികച്ച ശാഖയായി തിരഞ്ഞെടുക്കപ്പെട്ടു. തുവയൂർ സെന്റ് ആൻഡ്രൂസ് 2ാം സ്ഥാനവും കോട്ടമൺപാറ ബദൽ യുവജന സഖ്യം 3ാം സ്ഥാനവും നേടി. ബാഹ്യ ഇന്ത്യ വിഭാഗത്തിൽ അബുദാബി യുവജന സഖ്യത്തിനാണ് 1ാം സ്ഥാനം. ദുബായ് സഖ്യത്തിന് 2ാം സ്ഥാനം ലഭിച്ചു. മികച്ച സെന്ററായി ചിറ്റാർ സെന്റർ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കോട്ടയം, പത്തനംതിട്ട സെന്ററുകൾ 2ഉം 3ഉം സ്ഥാനങ്ങളിലെത്തി. ഭദ്രാസന തലത്തിൽ അടൂർ ഭദ്രാസനമാണ് 1ാം സ്ഥാനത്ത്. കോട്ടയം, കൊച്ചി, കുന്നംകുളം മലബാർ ഭദ്രാസനങ്ങൾ 2ഉം 3ഉം സ്ഥാനങ്ങളിൽ എത്തി. കേന്ദ്ര കലാമേളയിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ നിരണം മാരാമൺ റണ്ണറപ്പായി. ഉപന്യാസ മത്സരത്തിൽ പള്ളിപ്പാട് യുവജന സഖ്യാംഗം ഷാനു എബ്രഹാമിനാണ് 1ാം സ്ഥാനം. കയ്യെഴുത്തുപ്രതി മത്സരത്തിൽ തുവയൂർ സെന്റ് ആൻഡ്രൂസ് യുവജന സഖ്യം തയ്യാറാക്കിയ വാട്ട്സ് ഇൻ യുവർ മൈൻഡിനും പൂയപ്പള്ളി സെന്റർ യുവജന സഖ്യം തയ്യാറാക്കിയ അക്ഷരത്തിനും 1ഉം 2ഉം സ്ഥാനങ്ങൾ ലഭിച്ചു. യുവദീപം സാഹിത്യ അവാർഡുകളും പ്രഖ്യാപിച്ചു. ചെറുകഥ സ്വരാജ് പോൾ തിരുവല്ല, ലിയ സാറ ജോൺസൺ എഴംകുളം, ജോൺസൺ വെട്ടുവള്ളി പുതുപ്പള്ളി, കവിതാരചന റെജി തോമസ് കോട്ടയം, രമ്യ സന്തോഷ് തൃശൂർ, ലിയ സാറ ജോൺസൺ അടൂർ. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കും മികച്ച ശാഖ സെന്റർ ഭദ്രാസനം എന്നിവർക്കും കലാമേള വിജയികൾക്കുമുള്ള സമ്മാനങ്ങളും ട്രോഫികളും വാർഷിക സമ്മേളനത്തിൽ സമ്മാനിച്ചു. മാർത്തോമാ യുവജന സഖ്യം നോർത്ത് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ യുവജന കോൺഫറൻസ് ഡാളസ് ഫാർമേഴ്സ് ബ്രാഞ്ച് മാർത്തോമാ ഇടവകയിൽ ആരംഭിച്ചു. 29-ന് സമാപിക്കും. വിശ്വാസ തികവുള്ള ഭാവി എന്നതാണ് ചിന്താവിഷയം. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ വെരി റവറൻ ഷാം പി തോമസ് മുഖ്യ നേതൃത്വം നൽകുന്നു. വിവിധ സെഷനുകളിൽ റവറൻ ജോസഫ് ജോൺ, റവറൻ എബ്രഹാം കുരുവിള, റവറൻ അലക്സ് യോഹന്നാൻ, റവറൻ എബ്രഹാം തോമസ്, സന്തോഷ് മാത്യു എന്നിവർ നേതൃത്വം നൽകും. വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ ചെറിയാൻ തോമസ്, ഭദ്രാസന യുവജന സഖ്യം വൈസ് പ്രസിഡന്റ് റവറൻ സാം കെ ഈശോ, സെക്രട്ടറി ബിജി ജോബി, ബിജു മാത്യു എന്നിവർ പ്രസംഗിച്ചു. വിവിധ ഇടവകളിൽ നിന്നായി 450ഓളം യുവജനങ്ങൾ പങ്കെടുക്കുന്നു. മാർത്തോമാ സഭ നോർത്ത് അമേരിക്കൻ ഭദ്രാസന വാർഷിക വൈദിക കോൺഫറൻസ് ഒക്ടോബർ 2-3 തീയതികളിൽ അറ്റ്ലാന്റ കാർമേൽ മാർത്തോമാ സെന്ററിൽ ക്രമീകരിക്കും. ഫ്രജൈലിറ്റി ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ് ഇൻ പാസ്റ്ററൽ മിനിസ്ട്രി എന്നതാണ് ചിന്താവിഷയം. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ ഷാം പി തോമസ് എന്നിവർ നേതൃത്വം നൽകും. മാർത്തോമാ സുവിശേഷക സേവികാ സംഘം നോർത്ത് അമേരിക്കൻ ഭദ്രാസന വാർഷിക കോൺഫറൻസ് ഒക്ടോബർ 3 മുതൽ 6 വരെ അറ്റ്ലാന്റ മാർത്തോമാ പള്ളിയിൽ നടത്തും. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ ഷാം പി തോമസ്, ഡോക്ടർ മാർത്ത മൂർവ, സൂസൻ ഷാജി, ആൻസി റോജി മാത്യൂസ് എന്നിവർ നേതൃത്വം നൽകും. മാർത്തോമാ സഭ മല്ലപ്പള്ളി സെന്റർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആശാ നിലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. സമൂഹത്തെ കരുതുന്ന സമൂഹം സാധ്യമാകണമെന്ന് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മെത്രാപ്പൊലീത്ത പറഞ്ഞു. കോട്ടയം കൊച്ചി ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ, മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ, ആന്റോ ആന്റണി MP, മാത്യു ടി തോമസ് MLA, മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു ജോസഫ്, വികാരി ജനറൽമാരായ വെരി റവറൻ P ജോർജ് സക്രിയ, വെരി റവറൻ മാത്യു ജോൺ, വെരി റവറൻ തോമസ് കെ പോൾ, വെരി റവറൻ KV ചെറിയാൻ, ഭദ്രാസന സെക്രട്ടറി റവറൻ അലക്സ് എബ്രഹാം, ട്രഷറർ നോബിൾ തോമസ്, സൂപ്രണ്ട് റവറൻ ജോജി തോമസ്, സെക്രട്ടറി ഡോക്ടർ ജേക്കബ് ജോർജ്, ട്രഷറർ ജോസി കുര്യൻ എന്നിവർ പ്രസംഗിച്ചു. മാർത്തോമാ സഭ പാലക്കാട് ക്രിസ്തുദാസ് ആശ്രമ അംഗം സിസ്റ്റർ PS മറിയാമ്മയുടെ 85ാം ജന്മദിനം ആഘോഷിച്ചു. സ്തോത്ര പ്രാർത്ഥന നടത്തിയും കേക്ക് മുറിച്ചും ഷോൾ അണിയിച്ചും
ആശ്രമാംഗങ്ങളും സമീപ ഇടവക ജനങ്ങളും വൈദികരും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ ആഘോഷത്തിൽ പങ്കുചേർന്നു. ജനപ്രതിനിധികൾ, വിവിധ മത സമുദായ നേതാക്കൾ, വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും ആശംസകൾ നേരാൻ എത്തിയിരുന്നു. റവറൻ ഫെബിൻ ജോൺ, റവറൻ ജിനു എബ്രഹാം, റവറൻ ജിൻസ് ടി രാജു തുടങ്ങിയവർ സംസാരിച്ചു. 99 വർഷം മുൻപ് സ്ഥാപിതമായ ആശ്രമത്തിൽ കഴിഞ്ഞ 65 വർഷമായി സിസ്റ്റർ PS മറിയാമ്മ ശുശ്രൂഷ ചെയ്യുന്നു. മാർത്തോമ സൺഡേ സ്കൂൾ സമാജം നേതൃത്വത്തിൽ യുവവകുപ്പ്, പ്രൗഢവകുപ്പ് ക്ലാസുകളിലെ കുട്ടികൾക്കായി ഒരുക്കുന്ന ക്യാമ്പ് യൂഫോമിയ 2024 ചരൽക്കുന്നിൽ ആരംഭിച്ചു. 29-ന് സമാപിക്കും. പവർ ഓഫ് പ്രെയർ എന്നതാണ് ചിന്താവിഷയം. ഇന്ന് ഇങ്ങനെയുള്ള കുടിവരവുകൾ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ആത്മാർത്ഥത എത്രമാത്രം ഉണ്ട് എന്ന് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു, അതിൻ്റെ അർത്ഥം എത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അല്പം സംശയമുളവാക്കുന്ന കാര്യങ്ങളാണ്. മാർത്തോമ സഭ തേവലക്കര സെന്റർ കൺവെൻഷന് പ്രാർത്ഥനാ നിർഭരമായ തുടക്കം. തേവലക്കര മാർത്തോമ വലിയ പള്ളി അങ്കണത്തിൽ ഒരുക്കിയ കൺവെൻഷൻ അടൂർ ഭദ്രാസന അധ്യക്ഷൻ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ മുഖ്യ സന്ദേശം നൽകി. പുരുഷന്മാർ വേദപുസ്തകം വായിക്കുന്നതിൻ്റെ സംഖ്യ തുലവും കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ഈ കൺവെൻഷനിൽ എടുക്കേണ്ടുന്ന ഒന്നാമത്തെ തീരുമാനം, എല്ലാ പുരുഷന്മാരും വേദപുസ്തകം ഒരു ദിവസം 5 മിനിറ്റെങ്കിലും വായിക്കും എന്ന് നമ്മൾ തീരുമാനിക്കണം. തുടർന്നുള്ള ദിവസങ്ങളിൽ സേവികാ സംഘം, യുവജന സഖ്യം, സൺഡേ സ്കൂൾ യോഗങ്ങളും പൊതുയോഗങ്ങളും ഉണ്ടാകും. 29-ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികനായിരിക്കും. സമാപന ദിവസത്തിൽ ഫാദർ ഡോക്ടർ ഡാനിയൽ ജോൺസൺ മുഖ്യ സന്ദേശം നൽകും. മുതിർന്നവരെ ആദരിക്കുകയും ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യും. കമ്മിറ്റി ചെയർമാൻ റവറൻ VT യേശുദാസൻ, ജനറൽ കൺവീനർ ജോൺസൺ വൈദ്യൻ, കൺവീനർമാരായ ജെറി T ജേസുദാസൻ, എബി പാപ്പച്ചൻ എന്നിവർ നേതൃത്വം നൽകുന്നു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. മാർത്തോമ വിഷനിലൂടെ. ഷാലോ.